അപ്പം ഉണ്ടല്ല ഇന്നലെ ഒരു ടിക്കയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കോംബോ ആട്ട കഴിക്കുന്നതും. ഈ ടിക്കയില്ലേ നിങ്ങൾ ആരും തന്നെ ചേർക്കാത്തൊരു സീക്രറ്റും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി ഒന്ന് കൂടാൻ വേണ്ടിയിട്ട്. അത് ഈ വീഡിയോയിൽ ഞാൻ പറയാട്ടോ ചേർക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടില്ലേ ഇപ്പം ഞാൻ 500 ഗ്രാം ബ്രസ്റ്റ് പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് വാങ്ങിയാലുണ്ടല്ലോ നമുക്ക് നൂഡിൽസിനും ഫ്രൈഡ് റൈസിനും അങ്ങനെയൊക്കെ നല്ല സിമ്പിളായിട്ട് തന്നെ യൂസ് ആക്കാം. ഞാനിത് ഫുള്ളും തിക്കാനായിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ എടുത്തു വെക്കുന്നതല്ല. അപ്പം ഇല്ലേ ഇത് നമുക്ക് എടുത്തിട്ട് ചെറിയ പീസെല്ലാം ആക്കിയിട്ട് വെക്കാം. ഇതിലില്ലേ ഇതാ ഇങ്ങനത്തെ 3 പീസാണ് കേട്ടോ ഉണ്ടായത്. ഇതാ അതിൻ്റെ അടിയിലൊക്കെ ഒരു പാഡൊക്കെ പോലത്തെ സാധനം എനിക്ക് തോന്നുന്നു. ഇങ്ങനെ വെള്ളമൊക്കെ വലിച്ചെടുക്കാനുള്ളതെന്ന് തോന്നുന്നു. കണ്ടില്ലേ നല്ലൊരു ജെല്ലി ടൈപ്പാന്ന് തോന്നുന്നു ഉള്ളിലുള്ളത്. ഇനി ഇതെല്ലാം നമുക്ക് എടുത്തിട്ട് നമ്മളെ ടിക്കൻ്റെ സൈസില്ലേ ആ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. കൊട്ടില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഉണ്ടല്ല ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കഴുകി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാപ്സിക്കാണ്. ഞാൻ പിന്നെ കുറച്ചും കൂടി ഒന്ന് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടില്ലേ 3 കളർ ഇട്ടാ എടുത്തിന്. ഇത് റെഡോ ഓറഞ്ചോ എന്ന് മനസ്സിലാകുന്നില്ല. ഒരു സൈഡ് നോക്കുമ്പോൾ ഓറഞ്ച്, ഒരു സൈഡ് നോക്കുമ്പോൾ റെഡും ആണ്. പിന്നെ നല്ല കട്ടിയിലെ യെല്ലോ കളറും പിന്നെ നല്ല കട്ടി ഗ്രീൻ കളറായിട്ട് എടുത്തിന്. നമുക്കിതില്ലേ ആ ചിക്കൻ കട്ട് ചെയ്ത പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇതാ ഞാനിപ്പോൾ എല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുകൂടാതെ തന്നെ ഇനി ഉള്ളിയും ഇതുപോലെ കട്ട് ചെയ്യണം, പിന്നെ തക്കാളിയും കട്ട് ചെയ്യണം. അതെല്ലാം ഒന്നാടെ മാറ്റി വെക്കുക. എന്നിട്ട് ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് അടിച്ചെടുക്കുക. ഇതിലേക്കില്ലേ ഞാൻ ഒരു വെളുത്തുള്ളിയും പിന്നെ കഷ്ണ ഇഞ്ചിയും പിന്നെ ഒരു 3-4 പച്ചമുളകാട്ടോ എടുത്തത്. അതിന് ശേഷം കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും. പുതിനയില എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ കമ്പ് തന്നെ പറയല് അത് വരാൻ പാടില്ല. ജസ്റ്റ് ഇല മാത്രമേ വന്നോളൂ, അല്ലെങ്കിൽ ടേസ്റ്റ് ഒരു വ്യത്യാസം വരും. ഇനി ഇതെല്ലാം ഒന്ന് ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതില്ലേ നമ്മളെ യോഗട്ടാണ് കേട്ടോ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ യോഗട്ട് കൂടി ചേർക്കുന്നുണ്ട്. നല്ല ഐസ്ക്രീം പോലെ ഇല്ലേ കാണാൻ വേണ്ടിയിട്ട് വാനില. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇതിപ്പോൾ നല്ല വൃത്തിക്ക് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് നമ്മളെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനില്ലേ അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം. എത്ര ചിക്കനാണ് എടുക്കുന്നത് അതിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒറിഗാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഉണ്ടായതുകൊണ്ട് ഇട്ട് കൊടുത്താന്നേ. ഇങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ മാഗി പൗഡറോ എന്തും ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ വരണമെങ്കിൽ ഇങ്ങനത്തേലും ഇട്ട് കൊടുത്തു കേട്ടോ. എല്ലാം നല്ല റോ ടേസ്റ്റെങ്കിൽ ഇങ്ങനത്തെ ഒന്നും വേണ്ട. എനിക്ക് പിന്നെ കുറച്ചൊരു മസാല ഇതൊന്നും ഇല്ലാണ്ട് എനിക്ക് നടക്കില്ല. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കും കുറച്ച് ചില്ലി ഫ്ലേക്സും. ഇത് രണ്ടും ഞാൻ ഉണ്ടായതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇല്ലേ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മിക്സില്ലേ അതിലേക്ക് വെച്ചെടുത്തിട്ടില്ലേ നല്ലോണം ഒന്ന് കൈ യൂസാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്പൂണിലൊക്കെ ആദ്യം നോക്കി, പക്ഷെ നടക്കുന്നില്ല. നമുക്ക് നമ്മളെ കൈയോടെ ചെയ്താലേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഒരു രഹസ്യക്കൂട്ട് ഇതാണ് കേട്ടോ. നമ്മളെ നെയ്യില്ലേ അതിൽ ചേർക്കുന്നുണ്ട്. ഇത് ചിക്കൻ നല്ല ജ്യൂസിയും നല്ലൊരു സ്മെല്ലും ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇടും കേട്ടോ. ഇനി നിങ്ങൾ ടിക്കയോ അങ്ങനത്തെ എന്തെങ്കിലും ആക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു ടേബിൾ സ്പൂൺ ഇത് ചേർക്കാൻ മറക്കണ്ട. അതെല്ലാം മിക്സാക്കിയതിന് ശേഷം നമ്മളെ ക്യാപ്സിക്കം ഇല്ലേ നേരത്തെ മുറിച്ച് വെച്ച് ക്യാപ്സിക്കം പിന്നെ ഉള്ളി ഇതേപോലെ ഇട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിന്. ആ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്ത് തക്കാളി ഉണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഉള്ളിൻ്റെ അത്ര എടുത്തിട്ടില്ല ക്യാപ്സിക്കത്തിൻ്റെയും. ഇനി ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ യൂസാക്കിയിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഈ ഒറ്റക്കൈയോട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് മിക്സ് ചെയ്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം കേട്ടോ ഈ വീഡിയോ ഒന്നെടുത്തിന്. ഇനി നമുക്കിതൊരു കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഇത് എത്രത്തോളം വെക്കുന്ന അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ കുത്തുന്നെടുക്കുക. പക്ഷേ പേര് മറന്നുപോയി. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ ചിക്കൻ കൊത്തിക്കൊടുക്കുക. ചിക്കനും ക്യാപ്സിക്കവും ഇങ്ങനെ ടൊമാറ്റോവും ഒനിയനൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത് നിങ്ങൾ ഇഷ്ടമുള്ള രീതിക്ക് വെച്ചെടുക്കാനേ ഇല്ലൂ. അതിന് ശേഷമല്ലേ നിങ്ങൾക്ക് എയർ ഫെയർ ഉണ്ടെങ്കിൽ എയർ ഫെയറിലോ മറ്റേ ഗ്രില്ലുണ്ടെങ്കിൽ അതിലോ ചുട്ടെടുക്കുക. ഞാനിപ്പം ഗ്യാസിലാട്ടാണ് ചെയ്തെടുക്കുന്ന പാനിൽ. ഇതുപോലത്തെ ഒരു വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലൊന്ന്
ബ്രഷ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടില്ലേ വളരെ ചെറിയ തീയിലില്ലേ മൂടി വെച്ചിട്ടാട്ടോ വേവിച്ചെടുക്കുന്നത്. നല്ലോണം തീ ഉറച്ചിട്ടില്ലെങ്കിലില്ലേ ഉള്ളു പൊരിയാതെ പുറം മാത്രം ഇങ്ങനെ കത്തിയ പോലെയാവും. അതുകൊണ്ട് കുറച്ചൊരു 20 മിനിറ്റോളം എനിക്ക് എടുത്തിന് ഇതൊന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. ഒരു സൈഡില്ലേ കുറച്ചാകുമ്പം അടുത്തേയും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റി കൊടുക്കണേ, എന്നാലേ എല്ലായിടത്തും പൊരിഞ്ഞിട്ട് കിട്ടും. അപ്പോൾ നമ്മളിതാ ചിക്കൻ ടിക്കയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ അറബിക് ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും മറ്റേ അൽഫാം അങ്ങനത്തെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇതിലേക്കിൽ മയോണീസ് ഒന്നല്ല കേട്ടോ എടുത്തത്, ഗാർലിക്കിൻ്റെ ഫ്ലേവർ ചീസാണ് കേട്ടോ എടുത്തിന്. പിന്നെ ഇതില്ലേ എന്തെന്ന് പേരറിയില്ല, ചീസിൻ്റെ ഒരു റൊട്ടിയാണ്. അതിൻ്റെ ഉള്ളിൽ നല്ല വലിയ മോസറല്ല ചീസാന്ന് തോന്നുന്നു. അതിൻ്റെ പേരെനിക്ക് ചോദിക്കാൻ മറന്നുപോയി. ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു വലിയ ടൈപ്പ് ചീസൊക്കെയാണ് കേട്ടോ ഉണ്ടായിനി. പക്ഷെ അത് ഞാൻ കട്ട് ചെയ്തുകൊണ്ട് അങ്ങനെ ഒറ്റക്കയിൽ കട്ട് ചെയ്തുകൊണ്ട് ശരിക്കും മനസ്സിലായിനി. പിന്നെ ഞാൻ ഞാനാട്ടോ എടുത്തിന്. ഇനി ഒരു പീസ് ചിക്കനും പിന്നെ ക്യാപ്സിക്കവും അതെല്ലാം എടുത്ത് അതിലേക്ക് കുറച്ച് നമ്മളെ ചീസും കൂടി ആക്കി കിഞ്ചി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടാണ് ഉണ്ടായത്. മയോണീസും കെച്ചപ്പും ഒന്നും വേണ്ട, അങ്ങനത്തെ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പം പിന്നെ മറക്കണ്ട, എന്തെങ്കിലും ആയിട്ടൊന്ന് ചെയ്തേക്ക്.